ഗുഡ് ആഫ്റ്റർനൂൺ ഡിയേഴ്സ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? നിഷാന മാം, മ്യൂട്ട് മാറ്റി സംസാരിച്ചോളൂ. ഇതൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റി അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്പെഷ്യലി എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് തന്നെ ഇട്ടത്. ഓക്കെ, ഇതൊരു നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷനാക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ചട്ടപടേന്ന് ഉത്തരമൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഒരു രസകരമായ ഉച്ച സമയമാണ്. എല്ലാവർക്കും പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ക്ഷീണം ഇതൊക്കെ ഉണ്ടാവും. എന്നാലും എല്ലാവരും ഇവിടെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. റെഡി അല്ലേ? വീഡിയോയിൽ വരാൻ പറ്റുന്നവർക്കൊക്കെ വരാം കേട്ടോ. അത് മാത്രമല്ല, നിങ്ങളുടെ ബോറടിച്ചിട്ട് മരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് ഇപ്പൊ തന്നെ ഇതിലേക്ക് കയറാൻ പറയാം. ഓക്കെ, കാരണം ബോറടി അത്ര മോശക്കാരനല്ല എന്നല്ലേ നമ്മളിപ്പോ കണ്ടതല്ലേ പോസ്റ്ററിൽ. അപ്പോൾ ഇങ്ങനെ വിഷമിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഐ ഗീവ് യു 30 സെക്കൻഡ്സ്. ആ ഫ്രണ്ടിനൊന്ന് മെസ്സേജ് ഇട്ടോ, വാടാ, നീ പറഞ്ഞതുപോലെ ഒന്നല്ല, ബോറടി ഒരു രസകരമായ സംഭവം എന്നാണ് പറയുന്നത്, നീ വന്ന് കേട്ട് നോക്കൂ എന്ന് പറയും ഫ്രണ്ട്സിനോട്. സെൻഡ് ചെയ്തോ? സെൻഡ് ചെയ്തോ? ഓക്കെ, എല്ലാവരും ഉഷാറായിട്ടിരിക്കണേ. ഓക്കെ, വീഡിയോയിൽ വരാൻ ഞാൻ നിർബന്ധിക്കില്ല, കാരണം ഞാനായാലും ചില വെബിനാഴ്സിനൊന്നും എന്നെ കൊണ്ടും പറ്റാറില്ല വീഡിയോയിൽ വരാൻ വേണ്ടി, കാരണം എല്ലാവരും അവരുടേതായ തിരക്കിലായിരിക്കും. പക്ഷേ ഐ വുഡ് ടെൽ യു, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം മൾട്ടി ടാസ്കിങ് ചെയ്യാതെ ആ ഒരു ടാസ്ക് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാല്, ബോറടി എന്തുകൊണ്ട് വരുന്നു എന്നും ബോറടി ഉണ്ടായാൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ കുറച്ച് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ? എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട് ബോറടി എങ്ങനെയാ നല്ലതാവുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട്? എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? വാട്ട് യു തിങ്ക്? ബോറടി അത്ര നല്ലതാണോ? മ്യൂട്ട് മാറ്റിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ആർക്കും എന്നെ കേൾക്കാനും പറ്റുന്നില്ല, കാരണം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ബ്ലാങ്ക് ആയ ഒരു സ്ക്രീനിനോട് മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ സംസാരങ്ങൾ ഞാൻ ഒന്ന് കേട്ടോട്ടെ, ടു ഫീൽ യെസ് ഐ എം ടോക്കിംഗ് ടു ഹ്യൂമൻ ബീങ്സ്. യെസ് മൈ ഡിയേഴ്സ്, കം ഓൺ, വേർ ആർ യു? പറയൂ. ബോറടി ഉള്ളവരൊന്ന് കൈപൊക്കിയേ അറ്റ്ലീസ്റ്റ്, നോക്കട്ടെ. ബോറടി അത്ര കുറച്ച് നല്ലതാണ്, കുറച്ച് നല്ലതല്ല. കൊ- സത്യം പറഞ്ഞ മക്കളുടെ വായന തന്നെ ബോറടി ബോറടി എന്ന് കേട്ടിട്ട് ശരിക്കും നമ്മൾക്ക് ബോറടി. അതാണ് ബോറടിച്ചതല്ല ശരിക്ക്, അവര് ബോറടിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മളുടെ ഓ, ബോറടിയായി മാറിയത്. അവർക്കാണ് ബോറടി. അത് കേട്ട് കേട്ട് നമ്മൾക്ക് ബോറടി തുടങ്ങി. സത്യത്തിൽ നമുക്കൊന്നും ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷൻസ് തോന്നുന്നു കൂടുതൽ ബോറടി. ആണോ? അത് ശരി. സത്യം. ഉം. അക്കോർഡിംഗ് ടു യു എന്താണ് ഈ എനിക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ എന്താണ് തോന്നുന്നത്? അതിന്റെ അർത്ഥം എന്താ? എനിക്ക് ബോറടിക്കുന്നു എന്താ എന്താ മീൻ ചെയ്യുന്നത്? ഒന്നും ചെയ്യാനില്ലാത്ത കാരണാണോ? അതാണ് ഉദ്ദേശിക്കുന്നത്? വെറുതെ ഇങ്ങനെ ഇരിക്കുക. ഒരു എനിക്കൊന്നും ചെയ്യും പ്രൊഡക്റ്റീവായി പ്രൊഡക്റ്റീവ്. തോന്നുന്നില്ല ആ, അല്ലെ? അപ്പോഴാണ് അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നുന്നത്. തോന്നുന്നത്. വെറുതെ ഇങ്ങനെ ഇരിക്കുക, സ്ക്രീൻ നോക്കിയിട്ട്. അതായിരിക്കാം. അതിലും നോക്കുമ്പോ അതിലും ബോറടി. അതായിരിക്കും. അപ്പൊ ശരിക്കും ബോറടി എന്താണ്? ആരാ ഹലോ. പറഞ്ഞോ. ലൈല നസീം. എനിക്ക് മനസ്സിലായത് ബോറടി എന്ന് പറഞ്ഞാല് ആ, അത് ശരിക്കും പറഞ്ഞാൽ വലിയവർക്കൊന്നും ബോറടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ഇവര് പറഞ്ഞ പോലെ കുട്ടികൾക്കാണ് ഇപ്പം ബോറടിക്കുന്നത്. അപ്പം അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ഉം. ഒന്നിൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അതാണ് എനിക്ക് ബോറടിക്കുന്നത് അല്ലേ? ആ എന്നാന്ന് എനക്കും ഞാൻ മനസ്സിലാക്കിയതേ. കാരണം ഫോണ് കയ്യിലില്ലെങ്കിൽ ബോറടിക്കുന്നു, സ്ക്രീൻ ഉം. കയ്യിലില്ലെങ്കിലാണ് അവർക്ക് ബോറടിക്കുന്നത്. ഉം. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, അവർക്ക് വേറെ ഒന്നിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ബോറടിക്കുന്നത്. ഉം. ആ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ലാത്തോണ്ടൊന്നല്ല അല്ലെ? എനിക്ക് അല്ല എനിക്ക് ചെയ്യാൻ. എനിക്ക് എനിക്കിപ്പോ ബോറടിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോ എനിക്ക് ഉം ഒന്നും ചെയ്യാനില്ലാത്തോണ്ടാണോ എനിക്ക് ബോറടിക്കുന്നത്? ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ടാവില്ല, നമ്മളിൽ ഉള്ളിൽ അത് കണ്ടെത്താനും കൂടി അത് സഹായിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വെരി നൈസ്. അതാ ആ. പറയുന്നത്, നമ്മളെ ഭയങ്കര അവയർനെസ് ഉള്ള കുറെ ഒരു കൂട്ടം കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി. സത്യം പറഞ്ഞാല്
ഈ ബോറടി എന്ന് പറയുന്ന സംഭവമില്ലേ, അത് പൊതുവെ നമ്മൾ ആരായാലും നമ്മളോട് ബോറടിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ആൾക്ക് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ബോറടിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരാൾക്ക് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ബോറടിക്കുന്നു. ആക്ച്വലി എന്താ സംഭവം എന്നറിയോ? നമ്മൾ ബോറടിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഇനി ചെയ്യാനുള്ള കാര്യത്തിലും ഒന്നും ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അപ്പം നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ് ബോറടി. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞ സംഭവം, നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ആ കൂടെ ഒരു ക്ഷീണം, തളർച്ച, എവിടെയെങ്കിലും ഇങ്ങനെ കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്ത, ഒരു റെസ്റ്റ്ലെസ്. എന്നാൽ കിടക്കുമ്പം തോന്നും വേണ്ട ഒന്ന് എഴുന്നേറ്റ് നടന്നാലോ, ഇല്ല നടക്കുമ്പം തോന്നും കിടന്നാലോ, തിരുന്നാലോ, എന്നാൽ ഓടിയാലോ, അങ്ങനെ എന്തൊക്കെയോ ഒരു ഒരു ലാക്ക് ഓഫ് പർപ്പസ് ഫീലിംഗ്. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ തലയിലൂടെ ഓടി നടക്കുന്നു എന്ന് മാത്രം അറിയാം. റൈറ്റ്? സോ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ്, ഇപ്പം നമ്മൾ പറയൂലേ, നമ്മൾ ബോറടി എന്ന് പറയുന്ന അധിക സമയം എപ്പോഴാണെന്നറിയോ? നമ്മളൊരു ചില ടാസ്കുകൾ ഭയങ്കര ഈസിയാന്ന് വിചാരിക്കുക, ഭയങ്കര ഈസിയാ, അപ്പോഴും നമുക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫീസ് ജോബിൽ ആദ്യം പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. ആദ്യത്തെ ആഴ്ചയും ആദ്യത്തെ മാസമൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യും. സ്ഥിരമായിട്ട് അതേ ജോലിക്ക് വേണ്ടിയിട്ട് രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, രാവിലെ പോകുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ബോറടി വരുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മളെ അതേ ലെവലിൽ ഇങ്ങനെ പണിയെടുപ്പിക്കുമ്പോൾ നമുക്ക് ആ പണി ഭയങ്കര ഈസിയായി. ആ പണി ഈസി ആയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? നമ്മളെ മനസ്സിന് തോന്നുകയാണ്, ഇനി എൻ്റെ വല്ല ആവശ്യമൊന്നും ഇല്ലല്ലോ, അതിവളങ്ങ് ചെയ്തോളും, എനിക്ക് ബോറടിക്കലായി. നമ്മളിപ്പോൾ ഡ്രൈവിങ് ആദ്യം നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫുള്ള് മറ്റേ ഉം, ഇത് ഇത് ബ്രേക്ക്, ഇത് ക്ലച്ച്, ഇത് വലിച്ചൂരുമ്പോൾ ഇത് ചവിട്ടണം അല്ലേ, ഓ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ ഡ്രൈവേഴ്സൊക്കെ? നമുക്കൊക്കെ ഈ ചെയ്യാത്തവർക്കൊക്കെ തോന്നും, ഓ മൈ ഗോഡ്, അയാൾ നോക്കി എത്ര വലിയ വണ്ടിയാ എടുത്തിട്ട് പോകുന്നേ, ഭയങ്കര എക്സൈറ്റ്മെന്റ് നമുക്ക്. അത് ഓടിച്ചുള്ള ആള് ഇങ്ങനെ ഓടിക്കുന്നത്, ഇതെങ്ങനെങ്കിലും ഒന്ന് എത്തിയിരുന്നെങ്കിൽ, വേണ്ടായിരുന്നു, ഓ വയ്യായിരുന്നു എന്നൊക്കെ ഫീലിംഗ് എന്തുകൊണ്ടാ വന്നേ? ദ ടാസ്ക് ബിക്കേം വെരി ഈസി. അതാണ് ഒരു എക്സാമ്പിൾ കേട്ടോ. ടാസ്ക് ബിക്കംസ് വെരി ഈസി. അടുത്ത ഒരു പ്രശ്നം എന്താ പറയുക നമുക്ക് ബോറടിക്കാൻ? ഭയങ്കര ഹാർഡ്. ഒരു ടാസ്ക് കിട്ടി, അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ബോറടിക്കും. കാരണം അത് ചെയ്യാൻ വേണ്ടി നോക്കി പ്രത്യേകിച്ച് നമ്മളെ മക്കളൊക്കെ മാത്സിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നോക്കിയിട്ടുണ്ടോ? ആദ്യം ചെയ്യുമ്പോഴൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ട് ഈ ആൻസർ കൃത്യമാകുന്നില്ല എന്ന് കാണുമ്പോൾ ദേ കം ആൻഡ് ടെൽ, ഐ എം ഫീലിംഗ് ബോർഡ് സ്റ്റഡിങ് മാത്സ്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ മനസ്സിന് ഭയങ്കര ഓവർവെൽംഡ് ആയി പോവാ, ഭയങ്കര ടെൻഷൻ ആയി പോയതുകൊണ്ട് യു ഫീൽ ബോർഡ്. സോ ആക്ച്വലി വാട്ട് ഈസ് ബോർഡം നൗ? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് എപ്പോഴാണോ അപ്പീലിംഗ് ഇല്ലാത്തത്, അപ്പൊ തോന്നുന്ന ഒരു സംഭവമാണ് ബോറിങ്. അപ്പൊ പലതരം ബോറടികൾ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര തരം ബോറടികൾ അറിയാം ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എത്ര തരം ബോറടികൾ അറിയാം? ഇതുവരെയുള്ള ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ ബോറടികൾ കണ്ടിട്ടുണ്ട്? ഒന്ന് പറഞ്ഞോ, ധൈര്യപൂർവ്വം പറഞ്ഞോ. എന്തൊക്കെ തരം ബോറടികൾ കണ്ടിട്ടുണ്ട്? ഒന്നാമത്തെ ബോറടി പോരട്ടെ, പറയടോ. ഉറങ്ങിയത് അധികമായാലും ബോറടിക്കും കേട്ടോ. ബോറടി. ഉറക്കം ആ ഒന്ന് പിന്നെ വല്ലാത്തൊരവസ്ഥയാണ്. അടുത്തത് അങ്ങനെ ബോറടിച്ചിട്ട് ഉറക്കം അധികമായാല്, ഉറങ്ങിയത് അധികമായാലും ബോറടിക്കലുണ്ട്. അത് സൂപ്പർ കേട്ടോ, തീരെ വിചാരിക്കാത്തൊരു സംഭവം, സത്യാണ്. ഗുഡ്. അടുത്തത് ഉറങ്ങി ബോറടിക്കുന്ന ആൾക്കാർ അടക്കമുണ്ട്. അടുത്തത് റസ്യാമ പറഞ്ഞോളൂ. ഞാനിപ്പോ പേപ്പർ നോക്കിയിരിക്കാണ്. ഭയങ്കര പേപ്പർ നോക്കിയിട്ട് ബോറടി. അടുത്തത് പറയൂ. പാത്രം കഴിച്ച് എത്ര പേർക്ക് ബോറടിച്ചിട്ടുണ്ട്? കിച്ചണിൽ കയറിയ പിന്നെ ബോറടി തന്നെയാണ്. പാത്രം അത്ര ബോർ തോന്നലില്ല. ഈ പരീക്ഷ കഴിഞ്ഞ പേപ്പർ നോക്കണ ഭയങ്കര
ബോറടി. ഗുഡ്. വേറെന്തൊക്കെ ബോറടികൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ? പാത്രം കഴുകൽ നല്ല ബോറടിയാണ്. ആണല്ലേ? പക്ഷേ സയൻസ് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് പോലും. നമ്മൾക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ലെങ്കിൽ പോയി കുറെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ പാത്രം ഇങ്ങനെ നോക്കൂലേ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട്. അത് അപ്പൊ ഒരു ഞാനും കേട്ടിട്ടുണ്ട്. വല്ലാത്ത ആ. സമാധാനാന്ന് പോലും. അത് ഏതോ ആണുങ്ങൾ നമ്മൾ കെട്ടുവെച്ച പണിയാ. അത് മനുഷ്യന്മാർ ആരും അങ്ങനെ വിചാരിക്കൂല. ഞാനത് ഒരിക്കലും അങ്ങനെ വിചാരിക്കൂല. കാരണം എന്താ പറയുക, ആ പാത്രം കഴുകി കഴിയുമ്പോൾ എന്റെ നട്ടെല്ല് പൊളിയും. അപ്പൊ പിന്നെ ആ പാത്രം നോക്കാനുള്ള സമയം എനിക്കില്ല. പോയിട്ട് ഒന്ന് കിടക്കാനുള്ള സമയം എനിക്കുള്ളൂ. റൈറ്റ്? അപ്പൊ അതാരാ കണ്ടുപിടിച്ച അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ പാത്രം കൈ ബോറടിക്കുന്നവരുണ്ട്. പിന്നെ പഠിച്ച് ബോറടിച്ചവരുണ്ടോ? ബുക്ക് വായിച്ച് ബോറടിച്ചവരുണ്ടോ ഇവിടെ? ഉണ്ട്. അലമാറ വൃത്തിയാക്കിയിട്ട് എത്ര പ്രായമുള്ള കുട്ടികളുണ്ട് പറഞ്ഞ്? ഏ, എത്ര പ്രായമുള്ള ഒന്ന് കുട്ടികളാ? ഒന്ന് 11 വയസ്സ്, ഒന്ന് 6 വയസ്സ്. 6 വയസ്സ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഇവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ട്. ആൾക്കുള്ള മക്കൾ എന്ന് വെച്ചാല് 5 വയസ്സ്, 3 വയസ്സ്, 1 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പുള്ള മക്കള്. അവരുടെ കുട്ടിക്കുപ്പായൊക്കെ അറിയില്ല, ഇത്ര ഉണ്ടാവും. ഇവൾക്കാണെങ്കിൽ മറ്റേ ഇത് വൃത്തിക്ക് വെക്കണമെന്നുള്ള ചിന്തയും. അപ്പൊ ഈ സാധനം ഈ മറ്റേ നമ്മുടെ ഹാൻഡ് കർച്ചീഫ് ഒക്കെ മടക്കുന്ന മാതിരി മടക്കണം, ഇത്രയല്ലേ ഉള്ളൂ സാധനം. ഇത് മടക്കി മടക്കി അവളുടെ ജീവിതം അങ്ങനെ തന്നെ തീരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ബോറടിക്കണം. വേറെന്ത് ബോറടിയാ ഉള്ളത്? വേറെന്ത് ബോറടിയാ ഉള്ളത്? അപ്പൊ നമുക്ക് പോയി നോക്കിയാലോ? കുറേ ടൈപ്സ് ഓഫ് ബോറടി ഉണ്ട് കേട്ടോ. ആദ്യത്തെ ബോറടിയാണ് സിറ്റുവേഷണൽ ബോറടി. സിറ്റുവേഷണൽ ബോർഡം എന്ന് വിളിക്കുക അതിനെ. സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഏതാത്? ഒരേ ഓഫീസിൽ ഒരേ ജോലി കാലങ്ങളായിട്ട് ചെയ്യുമ്പോൾ ബോറടി. അത് ആ സിറ്റുവേഷനെയാണ് ബോറടിപ്പിക്കുന്നത്. അതേപോലെ സ്ത്രീകൾക്ക് അധികം ബോറടിക്കുന്ന ഒരു സംഭവം, ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ലൈഫ് റൊട്ടീനിൽ വരുന്ന കാരണം ഉള്ളൊരു സിറ്റുവേഷൻ. അതേതാണ്? എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, ചായയും കടി ഉണ്ടാക്കുന്നു, ചോറുണ്ടാക്കുന്നു, മക്കളെ സ്കൂളിൽ ഇടുന്നു, ഭർത്താവ് ജോലിക്ക് വിടുന്നു, വീണ്ടും തൂത്തുവാരുന്നു, അടിച്ചുവാരുന്നു, വൃത്തിയാക്കുന്നു, അലക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കിടന്നുറങ്ങുന്നു. വീണ്ടും രാവിലെ എണീക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, കുട്ടികളെ അയക്കുന്നു, ഭർത്താവിനെ അയക്കുന്നു. ഇതേ സംഭവം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ബോറടിയാണ് സിറ്റുവേഷണൽ ബോറടി. മനസ്സിലായോ? അതായത് ഒരേ കാര്യം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ റിപ്പീറ്റ് അടിക്കുമ്പോൾ നമുക്കൊരു ബോറടി. ആ ബോറടി ശരിക്കും നമുക്ക് എന്തിനാ വരുന്നതെന്നറിയാം? നമ്മളുടെ മനസ്സ് പറയുകയാണ്, എടാ നീ ഇങ്ങനെ ചെയ്ത് തന്നെ ചെയ്തിട്ട് നീ നീ ഇതൊക്കെ ഈസിയായി, നീ കുറച്ച് സമയം കണ്ടെത്ത് നിന്നെ ഒന്ന് വളർത്താൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളെ ബോറടിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ടാവും, പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത്തെ സ്ത്രീകളെല്ലാവരും പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കും ചെയ്യണം എന്തെങ്കിലും ഒരു ബിസിനസ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് എല്ലാ സ്ത്രീകളും എത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ അവർക്കറിയാം, ദേ ഹാവ് ഓൾ ദ ടെക്നോളജി. പണ്ടത്തെ പോലെ അമ്മിക്കല്ലിട്ട് ഇതാക്കിയും തച്ച് അലക്കി ഒന്നും വേണ്ട, എല്ലാം മിഷനറീസ് ആണ്. അപ്പൊ ഒരുപാട് സമയമുണ്ട്. അപ്പൊ എനിക്ക് ആ സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത അവർക്ക് എത്തിയിട്ടുണ്ട്. അവർ പല കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി, അവരത് ചെയ്യാനും തുടങ്ങി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. എന്തായിരുന്നു? സിറ്റുവേഷണൽ ബോർഡം. രണ്ടാമത്തെയാണ് ഇമോഷണൽ ബോർഡം. എന്താണ് ഇമോഷണൽ ബോർഡം? എന്തായിരിക്കും? ആർക്ക് മനസ്സിലാവും? ഇമോഷണൽ ബോർഡം അധികം വരുന്നത് നമ്മൾ ഇമോഷൻസിനെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് അവസാനം ഒരു ബോറടിയിട്ട് മതിയായി ജീവിതം, എൻ്റെ ജീവിതം ഇതൊക്കെ തന്നെയാ, ഞാനിങ്ങനെ അങ്ങ് സൈഡിലോട്ട് ജീവിച്ചു പോട്ടെ, അങ്ങനെ ഒരു ബോറടി. എങ്ങനെ ജീവിക്കുന്നു, എന്തിനാ ജീവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരു ജീവിതം. അതാണ് ഇമോഷണൽ ബോർഡം. അടുത്ത ബോർഡമാണ് മെന്റൽ ബോർഡം. അതെങ്ങനെയാ വരുന്നതെന്നറിയോ? അതാണ് നേരത്തെ നമ്മളെ ലാമ്യ പറഞ്ഞ സംഭവം. എന്താണ്? കുട്ടികളിൽ ഇത് കൂടുതലായി ഞാൻ കാണുന്നുണ്ടോ എന്നൊരു സംശയം പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ?
കുട്ടികളുടെ മാത്രമൊന്നല്ല കേട്ടോ, ഇവിടെ നമ്മളെ കുട്ടികളില്ല, നമ്മൾ ഉമ്മമാരായതുകൊണ്ട് നമുക്ക് അഹങ്കാരത്തോടെ കുട്ടികളുടെ തലയ്ക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ആക്ച്വലി നമുക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളുടെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുണ്ട് റീൽസും സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ട്. ഇപ്പൊ ഞാൻ തന്നെ ആയാലും ഞാൻ പറയാട്ടോ, ഒരു നിമിഷം ഇപ്പൊ ഞാൻ കിച്ചണിൽ പോകുന്നു, അവിടെ ആരില്ല, കിച്ചണിലേക്ക് പോകുന്നു, അവിടെ ആരുമില്ല, എനിക്ക് ബോറടിക്കും. നേരത്തെ പറഞ്ഞില്ലേ കിച്ചണിൽ കയറിയ ബോറടിയാന്ന്. ആ ബോറടി മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇയർബഡ്സ് ഇടും, ഒരു പോഡ്കാസ്റ്റ് ഇടും. അപ്പൊ ഞാൻ ഇങ്ങനെ അത് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ്, എൻ്റെ ബ്രെയിൻ ഇങ്ങനെ ഓവർ സ്റ്റിമുലേറ്റഡ് ആവുകയാണ്, പല കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ട്. അതായത് എൻ്റെ തലച്ചോറിന് എന്നോട് എന്താ ഉള്ളതെന്ന് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടോണ്ടിരിക്കുക, ഒരേ മറിച്ചില് കടക്കട്ടെ എന്നുള്ളതിൽ. മനസ്സിലായോ? നമ്മളുടെ ബ്രെയിന് ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുണ്ട്, നമുക്ക് ഒരു അറ്റൻഷനും കിട്ടുന്നില്ല. നമുക്ക് കുറച്ച് നേരം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കിച്ചണിൽ പോയ ആരും ഇല്ലല്ലോ, ബോറടിക്കൂലേ എന്നില്ല ആ ഫീലിംഗ് വന്നു. ഞാൻ എന്ത് ചെയ്തു, ആ ഇത് കേട്ടേക്കാം, അപ്പൊ ഒരു മനുഷ്യൻ എന്നോട് സംസാരിക്കുന്നത് പോലെ ആയല്ലോ. ആ ഓക്കെ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചേ, എനിക്ക് മെന്റൽ ബോർഡം എന്ന് പറഞ്ഞ സംഭവത്തിനെ ഞാൻ ഇല്ലാണ്ടാക്കാൻ നോക്കുക. നമ്മള് മെന്റൽ ബോർഡ് എപ്പോഴാ വരുന്നേ, നമ്മളുടെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ബോറടി. മനസ്സിലായോ? അടുത്ത ബോറടിയാണ് എക്സിസ്റ്റൻഷ്യൽ ബോർ. അതെന്താ സംഭവം എന്നറിയോ, ഞാൻ ഈ ഭൂമിയിൽ എന്തിനാണ് ജനിച്ചത്, ഇത്ര വർഷമായിട്ട് എന്നെ കൊണ്ട് ഇവർക്കൊക്കെ എന്താ കിട്ടിയത്, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും പഠിച്ചിട്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ചിട്ടും ഞാൻ എവിടെ എത്താത്തത്. ആ ഒരു ചിന്ത കാരണം നമുക്ക് ബോറടിക്കാണ്, നമ്മളെ ജീവിതത്തിൽ ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഒരു ബോറടി വരികയാണ്. സോ ദാറ്റ് ആർ ദ ടൈപ്സ് ഓഫ് ബോറടി. കുറേ തരം ബോറടികളുണ്ട്, അതിലത്തെ ഒരു 4 ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇത്ര കേട്ടതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ ഭൂമിയിൽ നമ്മളെല്ലാവരും ബോറടി എന്ന് പറഞ്ഞ സംഭവത്തിന് ഒരു പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത്. ഒരു വലിയ പ്രശ്നമാണ് ഈ ബോറടി എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ഈ സെഷൻ ത്രൂ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്, ഈ ബോറടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പുതിയ വേർഷനിലേക്കുള്ള ഒരു ഡോറാണ്, ഒരു വാതിലാണ്. ഈ വാതിൽ ഇങ്ങനെ അടച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ബോറടിക്കുന്നു. ഈ ബോറടിക്കുമ്പോൾ നിങ്ങൾ എന്താ ആ വാതിൽ തുറന്നു കൊടുക്കാത്ത? ആ വാതിൽ തുറക്കാത്തോണ്ടല്ലേ ഉള്ളിലേക്ക് ആരും വരാത്ത. അപ്പൊ ആക്ച്വലി ഇറ്റ് ഇസ് എ ഡോർവേ ടു യുവർ ലൈഫ്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ എത്ര പേർക്ക് ഒന്നും ചെയ്യാനില്ല, ഓക്കെ, ഒന്നും ചെയ്യാനില്ലാത്തൊരു സമയം, ആ സമയത്ത് നിങ്ങൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആകുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്കറിയാം, ആ ചെയ്യാനില്ലാത്തതിന് മേലും നിങ്ങൾക്കൊരു ടെൻഷൻ. എത്ര പേർക്ക് അങ്ങനെ തോന്നാറുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു ഫീലിംഗ്, എനിക്ക് ഒന്നും ചെയ്യാനില്ല. അത് കാരണം യു ആർ ഫീലിംഗ് ടെൻസ്ഡ്, അൺകംഫർട്ടബിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള വിഷമത്തില് ഒരു സാധനത്തിന് ഇങ്ങനെ വെച്ച് നോക്കും. ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഓൺ ദ സ്പോട്ട് നമ്മളെ കയ്യിൽ വരുന്ന ഒരു സാധനമുണ്ട്. എൻ്റെ കയ്യിൽ ഇങ്ങനെ വരാറുണ്ട്. എന്നിട്ട് ഞാൻ പർപ്പസ്ലി ഞാനിങ്ങനെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോഴേക്കും നീ ആ ഫോണിന്റെ മേലെ കൈവച്ചല്ലേ. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു അറിയോ, ബോറടിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജാണ് തുറന്നു നോക്കുക. നിങ്ങൾ എത്ര പേർ അങ്ങനെ ചെയ്തിട്ടുണ്ട്? ഫ്രിഡ്ജ് തുറന്നു നോക്കും, അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പുറത്തെടുക്കാം. നമുക്ക് ആരാ ഉള്ളത്? കുട്ടികൾ ചെയ്യുന്നുണ്ട് കേട്ടാ, ഇപ്പോഴും കുട്ടികൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, സ്കൂളിൽ തുറന്നുകൊണ്ടിരിക്ക. ഒന്ന് തുറന്നു നോക്കാം, അവർക്ക് തന്നെ അറിയായിരിക്കും ഒന്നുമില്ല അതിൻ്റെ അകത്ത്. തുറന്നു നോക്കാം. നമ്മൾ വലിയവർക്ക് ഉള്ള സംഭവം ഇത്. ഇതിൻ്റെ അകത്ത് ഒന്നും പുതുതായിട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് അറിയെങ്കിലും ആരോ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, വെറുതെ ഒന്ന് തുറന്നു നോക്കാം. അതും നമ്മുടെ ബോറടി കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നമുക്കൊരു ഫീലിംഗ് വരികയാണ്, അവിടെ എന്തോ ഒരു ഫീലിംഗ് വരികയാണ്, നമ്മൾ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഇപ്പോൾ ഓക്കെ കുറച്ച് ദിവസങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബോറടിച്ച ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഈ കഴിഞ്ഞ 1-2 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബോറടിച്ച ഒരു സമയം. സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരെ സ്റ്റാറ്റസ് നോക്കി നമ്മൾ നമ്മളെ സ്റ്റാറ്റസ് ഇല്ലാണ്ടാക്കുമല്ലേ? ഏതാണ് ലാസ്റ്റ് ടൈം ദാറ്റ് യു ഫെൽറ്റ് ബോർഡ്? ഈയിടെ ഇന്ന് രാവിലെ തൊട്ടിട്ട് തന്നെ ചിന്തിച്ചോ, ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോറടിച്ചോ? ചിന്തിച്ചു നോക്കിയേ. ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ബോറടിച്ചിട്ടുണ്ടോ? ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോ കുറച്ചേരം ബോറടിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ ബോറടിച്ചേ? അല്ല, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചേരം ഒന്ന് ഇരുന്നപ്പോ അല്ല നീ ബോറടിച്ചു. ഞാന് ഒന്ന് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു ഒരു 8 ദിവസത്തേക്ക്. ആ 8 ദിവസം നമ്മൾ ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൂലേ, അന്നാ എനിക്ക് മനസ്സിലായത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ബോറടിക്കാൻ പറ്റുമെന്ന്. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? അത് ഒരേ ഭക്ഷണം നമ്മൾ വീട്ടിലത്തെ അതല്ലല്ലോ, ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടൽ ഹോട്ടൽ ഫുഡ്. ഫുഡ്. ആ എന്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നറിയോ? നല്ല ചായ കിട്ടിയില്ലെന്നേ. അതെ അതെ അതെ, അതെനിക്കുണ്ടാ പ്രശ്നം. ശരിയാണ്. ആ ചായ കിട്ടാത്തപ്പോ കംപ്ലീറ്റ് എല്ലാ ഭക്ഷണത്തിനോടും ഒരു ബോറടി, പിന്നെ എല്ലാ ഭക്ഷണത്തിനും ഇങ്ങനെ നോക്കുക. അപ്പൊ ഈ ചായയാണ് അവിടുത്തെ സൂപ്പർ ഹീറോ. അപ്പൊ അങ്ങനെ ഉണ്ട് കേട്ടോ, കുറെ സിറ്റുവേഷനിൽ നമ്മൾ ബോറടിക്കുന്ന കുറെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട്? നിങ്ങളിപ്പോ ടോട്ടലി ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞേ. നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞേ. എന്താ ചെയ്യാ? 1, സ്റ്റാറ്റസ് നോക്കിയിരിക്കുക. 2, എടുക്കാം യൂട്യൂബ്. യൂട്യൂബ്. സൂം നോക്കുക. ഇന്നിപ്പോ ഇവിടെ എല്ലാവരും ബോറടിച്ചപ്പോഴായിരിക്കില്ലേ സെഷനിൽ കയറിയത് ഉച്ചയ്ക്ക്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഡോക്ടർ വെയിറ്റ് ചെയ്യൂലേ, അപ്പൊ ഭയങ്കര ബോറടി ഉണ്ടാവാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? എനിക്കൊക്കെ ബോറടിച്ചിട്ട് അവസാനം ഡോക്ടർ ഇങ്ങനെ വിളിക്കൂലേ, കേറിക്കോന്ന്. കേറിക്കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് ഞാനിങ്ങനെ ചിന്തിക്കണം, ശരിക്കും ഞാൻ ഇവിടെ എന്തിനാ വന്നേ. അങ്ങനെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നെ എല്ലാം ടോട്ടലി മറന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരിക്കും. ആ ലെവലിലേക്ക് നമ്മൾ എത്തും. ദാറ്റ് ഇസ് ഒന്നൊന്നര ബോറിങ്. അടുത്ത ബോറിങ് സിറ്റുവേഷൻ ആണ് ട്രാഫിക്കിൽ പെടുമ്പോൾ. വേറെ കുറെ ആൾക്കാരുണ്ട് ടോയ്ലറ്റ് പോകുമ്പോൾ പോലും ബോറടിക്കുന്നത്. അപ്പൊ അവരാണ് അവിടേക്ക് പോലും നമ്മളുടെ മൊബൈലിന് എടുത്തോണ്ട് പോകുന്നത് ബോറടിക്കാതിരിക്കാൻ. കണ്ടിട്ടുണ്ടോ? പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് നമ്മളുടെ ഗൂഗിളിലൊക്കെ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. നമുക്ക് OTT ഉണ്ട്, മറ്റേ കുറെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തില്ലെങ്കിലും കുറെ ആൾക്കാർക്ക് ഈ വിൻഡോ ഷോപ്പിംഗ് ഉണ്ട്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഈ ഡ്രസ്സിന് കഴിഞ്ഞ ആഴ്ച 519 രൂപയായിരുന്നു, ഈ ആഴ്ച അതിന് 650 രൂപയായിട്ടുണ്ടല്ലേ. ഓക്കെ, ഇതൊക്കെയാ നമ്മൾ നോക്കി സമയം കളയുന്നത്. കാരണം എന്താ, നമുക്ക് അത്രക്ക് ബോറടിയാന്നേ. ഭയങ്കര ബോറടിച്ചിട്ട് നമ്മളിങ്ങനെ വിൻഡോ ഷോപ്പിംഗ് പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കുറെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്, ചെയ്ത ആൾക്കാരാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഗുഡ്. ഓക്കെ. ആക്ച്വലി നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചെങ്കിലും നമ്മളുടെ ടോപ്പിക് വന്നത് ബോറടി നല്ലതാണ് അല്ലേ? ബോറടി നല്ലതാണ്. എന്തുകൊണ്ടായിരിക്കും ബോറടി നല്ലതാണെന്നുള്ള ടൈറ്റിൽ വന്നത്? ഇവിടെ ആരോ ഒരാള് ഇൻ ദ ബിഗിനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ക്വാളിറ്റി, ബോറടിച്ചല്ല ഒരു ഗുണം. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ? ബോറടി നല്ലതാന്ന് പറയാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ബോറടിച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും നമ്മളതായിട്ടുള്ള ഒരു അഭിപ്രായം മനസ്സിൽ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ലത്. അങ്ങനെ Good. ഫസ്റ്റ് പറഞ്ഞു. യെസ്. അടുത്തെന്താണ്? നമ്മളുടെ ക്രിയേറ്റിവിറ്റി കൂടുന്നുണ്ട്. മൂന്നാമത്തെ എന്താണ്? ഞാൻ ആരാണെന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നുണ്ട്. നാലാമത്തെ എന്താണ്? എന്നെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പറ്റുക നമ്മൾ ബോറടിച്ചു കഴിഞ്ഞാലാണ്.
ഇല്ലെങ്കിൽ നമ്മളൊന്ന് സൈലൻസിലിരിക്കുമ്പോൾ ആ നോയ്സൊക്കെ ഒഴിവാക്കി സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ബോറടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഇതുവരെ നമുക്ക് തോന്നാത്ത വലിയ വലിയ ഐഡിയാസ് ഒക്കെ കിട്ടുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഐഡിയ വന്ന ഒരു സ്ഥലം പറഞ്ഞേ. ഏറ്റവും കൂടുതൽ ഐഡിയ വന്ന ഒരു സ്ഥലം. കുളിക്കുമ്പോൾ ആർക്കൊക്കെ ഐഡിയ വന്നിട്ടുണ്ട്? ഇങ്ങനെ ചെയ്യാം, ആ ഒരു സംഭവം കുളിക്കുമ്പോൾ ആർക്ക് വന്നിട്ടുണ്ട്? വേറൊരു സ്ഥലമുണ്ട്, നിസ്കാരത്തില്. ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കഴിഞ്ഞ മാസം നിസ്കാരത്തില് ഷടാ ഇത് ഇങ്ങനായിരുന്നാ ചെയ്യണ്ടേ? അപ്പൊ അവിടെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രേ ചെയ്യുമ്പോൾ നമ്മളെ സൈലൻസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ സൈലൻസിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മളെ ബ്രെയിനിൽ ഇങ്ങനെ ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഉത്തരം തരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു ദിവസം നമ്മൾ ഫാമിലി ആയിട്ട് ഒരു വെബ് സീരീസ് ആണ് കേട്ടോ. വെബ് സീരീസ് കാണായിരുന്നു. ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്, ഞാനുണ്ട്. നമ്മളെല്ലാവരും ഇരുന്ന് ഒരു വെബ് സീരീസ് കാണായിരുന്നു. അപ്പൊ ആ സീരീസിലെ നമുക്കറിയാലോ അല്ലെ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഒരു കഥയൊക്കെ കേൾക്കാം കേട്ടോ. ഒരു ഹീറോ ഉണ്ട്, ഒരു ഹീറോയിൻ ഉണ്ട്. അപ്പൊ ആരാ കല്യാണം കഴിക്കണ്ടേ? പറഞ്ഞേ, പറടോ, ആരാ കല്യാണം കഴിക്കണ്ടേ? ഹീറോ. ഹീറോയിൻ. ഹീറോ ഹീറോയിനാ കഴിക്കണ്ടേ. അത് നമുക്ക് ഓൾറെഡി നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് അറിയാം. ഏതൊരു സ്റ്റോറി ആയാലും അങ്ങനെയാ വേണ്ടത്. ഈ ഹീറോയിനെ തന്നെ കല്യാണം കഴിക്കണം. പക്ഷേ ആ വെബ് സീരീസിൽ വേറൊരു പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ കല്യാണം അങ്ങോട്ട് നിശ്ചയിച്ച് തീരുമാനിച്ച് അങ്ങനെ റെഡിയായി, ഇന്ന ഡേറ്റിന് കല്യാണമെന്ന്. അപ്പൊ നമ്മൾ ഈ വെബ് സീരീസ് കാണുന്ന നമുക്കിത് ഭയങ്കര ടെൻഷനായെന്നേ. ഇതെങ്ങനെ ഹീറോയിന് ഇവരുടെ കല്യാണത്തെ നടക്കണ്ട, ഇതെങ്ങനെ മൂന്നാമതൊരാൾ വന്നിട്ട്? ഷോ, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരുടെ ടെൻഷൻ അങ്ങോട്ട് ഏറ്റെടുത്തു. അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടും നമുക്കൊട്ടും മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ ഇപ്പൊ ഹീറോയിനെ എങ്ങനെ കല്യാണം കഴിപ്പിക്കൂ എന്നുള്ള ടെൻഷൻ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇത് കണ്ടു. ആ സീരീസ് കഴിഞ്ഞു. ആ ഒരു സമയത്തുള്ള പിന്നെ അടുത്ത ആഴ്ചയല്ലേ വരുള്ളൂ. ടെൻഷനായില്ലേ, ഇത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എപ്പോഴും ആണോന്ന് അറിഞ്ഞൂടാ, എൻ്റെ തലയിലേക്ക് വരിക യുറേക്കാ. ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയോ അടുത്ത ആഴ്ച എന്തായിരിക്കും സ്റ്റോറി എന്ന്? എല്ലാം ചോദിച്ചു. എങ്ങനെ? എന്താ സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ ഈ ഹീറോ ഉണ്ട്, ഈ ഹീറോയിൻ ഉണ്ട്. ഇവരുടെ കല്യാണമല്ല നിശ്ചയിച്ച്. ഇവർ രണ്ടുപേരും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ആക്സിഡന്റ് സംഭവിക്കും. എന്നിട്ട് അപ്പോൾ ഇവള് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇവളെ നമുക്ക് വേണ്ട, ഹീറോനെ മാത്രമല്ല നമുക്ക് വേണ്ടു. അപ്പോൾ ഇവന് എന്തെങ്കിലുമൊക്കെ ഒരു കേടുപാടോട് കൂടി ഇവൻ രക്ഷപ്പെടും. ആൻഡ് നമ്മളുടെ ഹീറോയിൻ എന്ന് പറയുന്നത് നല്ല സൈക്കാട്രിസ്റ്റ് ആണ് കേട്ടോ ഓൾറെഡി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഇവൻ ആക്സിഡന്റിൽ എന്ത് സംഭവിക്കുന്ന അറിയോ, ഇവന് സൈക്കാട്രിക് പ്രോബ്ലംസ് വരും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ സൈക്കാട്രിസ്റ്റ് ആയിരിക്കും ഇവനെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും, ലാസ്റ്റ് ഇവരങ്ങ് കല്യാണം കഴിച്ചോളും. എങ്ങനെയുണ്ട്? അവര് സ്റ്റോറി ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ആ സ്റ്റോറി ഉണ്ടാക്കി. എവിടുന്ന ഇതൊക്കെ വന്ന്, എവിടുന്ന ഈ ക്രിയേറ്റിവിറ്റി വന്ന്? വെൻ ഐ വാസ് ഇൻ സൈലൻസ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സൈലൻസിലേക്ക് പോയാലുള്ള ഗുണമാണിത്. ബോറടിക്കുമ്പോഴാണ് നമ്മൾ സൈലൻസിലിരിക്കുക ഇങ്ങനെ. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കൂടെ തന്നെ ഇരിക്കും. നമുക്ക് ബോറടിക്കുമ്പോൾ വീട്ടിലേക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ, ഇനി എന്താ ചെയ്യാ, ആ ചിന്ത വരുന്നത് നമുക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ തലയിലൊക്കെ കുറേ ഇങ്ങനത്തെ ബുദ്ധികളൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഇത് നമ്മൾ ഈ സമയത്ത് തന്നെ നടത്തുന്നത്. ഈ ഉച്ച സമയത്ത് ഒരു കുശലം പറയുന്ന സ്റ്റൈലിൽ പറയൂ. എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പറയൂ പറയൂ. എന്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് ഉം, മൊത്തത്തിലെ ഒരു ശൂന്യതയായിരുന്നു. ഉം, അപ്പൊ ഭയങ്കര ബോറടി അങ്ങനെ. ഉം, പിന്നെ അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉം, ഞാൻ ഇറങ്ങിയത് ആ ടൈമിലാണ്. ഉം. പിന്നെ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ഒരുപാട് എന്നെ നോക്കും 14 കോഴ്സ് ചെയ്തു ഞാൻ ഈ 3 വർഷം കൊണ്ട്. അത് അല്ല, നിങ്ങളത് ചെയ്തു. അതിന് മുന്നേ നിങ്ങൾക്ക് എന്താ തോന്നിയേ? ഭയങ്കര ബോറടിച്ചു. ആ ബോറടിച്ചപ്പോ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയേ? ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് എപ്പോഴാ തോന്നിയേ?
അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്നു തോന്നിയാ. നിങ്ങളോട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു അല്ലേ? എന്താ നിന്റെ പ്രശ്നം? എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അല്ലേ? നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്നത് തന്നെ. അപ്പൊ ആ ബോറടിയിൽ നിന്നാണ് സത്യം പറഞ്ഞാല് ആ ഒരു സംഭവം വന്നത്. ഇതേപോലെ കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അമേരിക്കയിലെങ്ങാണ്ടാണ് ഒരു സ്റ്റഡി നടത്തിയത്. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ടാൾക്കാരെ വിളിച്ചു വരുത്തി സ്റ്റഡി നടത്താണ് കേട്ടോ. രണ്ടാൾക്കാരെ വിളിച്ചു വരുത്തി. ഒരാൾക്ക് നല്ല അടിപൊളി സിനിമയും റീൽസും സോഷ്യൽ മീഡിയയും എല്ലാം കൊടുത്തു. നല്ല അടിപൊളി, ഒന്നുമില്ല, ബോറടിക്കാൻ ഒന്നും വകയില്ല, നല്ല എന്റർടൈൻമെന്റ്. ഒരാളെ ഇരുത്തി അയാൾക്ക് ആകെ കൊടുത്തതാണ്, നിങ്ങൾക്ക് ഈ ടെലിഫോൺ ബുക്ക് അറിയോ? ടെലിഫോൺ ബുക്ക്, കുറെ പണ്ടത്തെ നമ്പേഴ്സ് ഒക്കെ എഴുതിയ ബുക്ക്. ഇയാൾക്ക് കൊടുത്തതാണ് ഈ ടെലിഫോൺ ബുക്ക്. ഈ ടെലിഫോൺ ബുക്ക് കൊടുത്ത ആളോടും പറഞ്ഞ് നിങ്ങൾ ഒരു 10 മിനിറ്റ് ഇതും വെച്ചിരിക്കണം. മറ്റേ ആള് നല്ല എന്റർടൈൻമെന്റിലുള്ള ആളും 10 മിനിറ്റ് അതും വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഓ മൈ ഗോഡ് വാട്ട് എ ഫണ്ണി റീൽ എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ മനുഷ്യൻ ഈ ഫോൺ ബുക്ക് നോക്കിയിരിക്കുന്നു. ഈ ഒന്നുമില്ല, കുറേ നമ്പർ ഇല്ല ഈ ബുക്ക്. ഇയാൾ ഇങ്ങനെ നോക്കി നോക്കി അങ്ങനെ 10-15 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം രണ്ടുപേരെ വേറെ റൂമിൽ കൊണ്ടുപോയി രണ്ടുപേരുടെയും കയ്യിൽ പ്ലാസ്റ്റിക്കിന്റെ കപ്പില്ലേ, പണ്ടത്തെ പ്ലാസ്റ്റിക് കപ്പ്, വെള്ളം കുടിക്കുന്ന പ്ലാസ്റ്റിക് കപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക? നല്ല ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ സ്റ്റഡിയുടെ അവസാനം എന്താ കണ്ടെത്തിയെന്നറിയോ? ഏറ്റവും കൂടുതൽ ബോറടിച്ച ആ മനുഷ്യനില്ലേ, ആ ബുക്ക് വായിച്ചിട്ട് മറ്റേ നമ്പേഴ്സിന്റെ ബുക്ക് വായിച്ച് ബോറടിച്ചിരുന്ന മനുഷ്യനില്ലേ, അയാളാണ് പോലും ഈ പ്ലാസ്റ്റിക് കപ്പോട് വലിയൊരു സംഭവം ഉണ്ടാക്കിയത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കിയത് ആ ബുക്ക് വായിച്ച വ്യക്തിയാണെന്ന്. സോ ദാറ്റ് ഷോസ് ഓൺലി വെൻ യു ആർ ഗെറ്റിംഗ് ബോർഡ് യുവർ ബ്രെയിൻ സ്റ്റാർട്സ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ബ്രെയിനും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മളെ ബോറടിപ്പിക്കുക. ബോറടിക്കാൻ നല്ലതാന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇന്നോട്ട് ബോറടിക്കാൻ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ തന്നെ ചിന്തിക്ക്, നമ്മളെ ലീഡേഴ്സൊക്കെ അവരെത്ര സമയം അവർക്ക് വേണ്ടി മാത്രം കണ്ടെത്തുന്നുണ്ട് അല്ലേ? ലീഡേഴ്സിനൊക്കെ കണ്ടിട്ടില്ല, അവരെല്ലാം ഇങ്ങനെ ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ടാവും ഒരു സൈലൻസിൽ ഇരിക്കുന്നു. അതേപോലെ കവികള്, എഴുത്തുകാര്, ഇവരൊക്കെ കാണുന്നില്ലേ ഏതെങ്കിലും കാട്ടിലോ ഏതെങ്കിലും ഹോട്ടൽ റൂമിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടല്ലേ അവരിങ്ങനെ ചിന്തിക്കുന്നത്? സൈലൻസ്, കംപ്ലീറ്റ് സൈലൻസിൽ. ചിന്തിച്ചിട്ടുണ്ടോ? സോ ആവറേജ് പീപ്പിൾ ആണ് ബോറടിക്കുന്നേ പടച്ചോനേ എന്ന് പറഞ്ഞ് ഓടുന്നത്. ബാക്കിയുള്ളവർ സത്യം പറഞ്ഞാൽ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ അവർ ബോറടിപ്പിക്കുകയെന്ന്. അവരെ ബോറടിപ്പിച്ചിട്ടാണ് അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുന്നതെന്ന് തന്നെ പറയാം. കോൺഷ്യസ്ലി ബോറടിക്കുന്നവരുണ്ട്. സോ നിങ്ങൾ ഇന്ന് തൊട്ട് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് നിങ്ങളുടെ ബോറടി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 15 മിനിറ്റ് എല്ലാ ദിവസവും 15 മിനിറ്റ് എൻ്റെ മൊബൈൽ ഞാൻ യൂസ് ചെയ്യില്ല. മനഃപൂർവ്വം കേട്ടോ, മനഃപൂർവ്വം, അല്ലാണ്ട് വേറെ പണിരടക്കല്ല. എനിക്ക് സമയമുണ്ട്, മൊബൈൽ നോക്കാൻ സമയമുണ്ട്, എന്നാലും ഞാൻ 15 മിനിറ്റ് എൻ്റെ മൊബൈലിനെ ദൂരെ വെക്കുന്നു. എന്നിട്ടൊന്ന് ഫീൽ ചെയ്ത് നോക്കി ആ ഒരു ഫീലിംഗ്. എനിക്കിഷ്ടം പോലെ സമയമുണ്ട്, എന്നിട്ടും ഞാൻ എൻ്റെ മൊബൈലിനെ ഒരു സ്ഥലത്ത് വെക്കണമെങ്കിൽ അപ്പം കിട്ടുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അത് വേറൊരു ഫീലിംഗ് ആണ്. ഞാൻ മനഃപൂർവ്വം ഇൻറ്റൻഷനലി ആ മൊബൈൽ ഒന്ന് ദൂരെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫീലിംഗ് വേറെ ആയിരിക്കും. അന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം സൈലൻസ് ആണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എൻ്റെ സെഷനിൽ പറയാറില്ലേ, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് പറഞ്ഞെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂടെ സൈലൻസിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. അതിനാണ് നമ്മൾ സൈലൻസിൽ ഇരുന്നിട്ട് എഴുതാൻ പറയുന്നത്. നമ്മൾ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരുന്ന് എഴുതുന്ന പോലെയല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുമ്പോൾ. അപ്പം ജസ്റ്റ് തിങ്ക്, ഇപ്പൊ സുബഹി നിസ്കാരത്തിനെക്കാട്ടും ഭയങ്കര എഫക്റ്റീവാണ് തഹജ്ജുദ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം തഹജ്ജുദ് കുറേ ഈ നമ്പർ ഓഫ് പീപ്പിൾ വളരെ കുറവായിരിക്കും. കാരണം അത് അത്രയും വിലപ്പെട്ട ആൾക്കാർ മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ, അത്രയും നല്ല രീതിയിലുള്ള ആൾക്കാർ മാത്രമേ ചെയ്യുന്നു. അപ്പോൾ അന്നേരമുള്ള ആ സൈലൻസ് വേറെ തന്നെ ഒരു സൈലൻസ് ആണ്. വീട്ടിലായാലും നേച്ചറിലായാലും ഓൾ ടുഗെദർ ഒരു സൈലൻസ് ഉണ്ടാവും. ആ സൈലൻസ് നിങ്ങൾക്ക് വേറൊരു മൈൻഡ് സെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റും, ഹൂ ആം ഐ,
ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താണ് അവോയ്ഡ് ചെയ്യുന്നത്, എനിക്ക് ശരിക്കും എന്താ വേണ്ടത്, ഇതൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ സൈലൻസിലേക്ക് പോകണം. സൈലൻസിൽ ഇരിക്കുമ്പോഴാണ് കാണാം. അപ്പോൾ നമ്മൾ സൈലൻസിനെ ബ്രേക്ക് ചെയ്തില്ല, നമ്മൾ ബോർഡം, നമുക്ക് നല്ല ബോറടിക്കുന്നുണ്ട് അല്ലേ, നല്ല ബോറടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ എന്താ പറഞ്ഞേ, നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ട് എന്ന് പറഞ്ഞു അല്ലേ, നമ്മളെ ക്ലാരിറ്റി കുറവാണെന്ന് പറഞ്ഞു. സോ നമ്മൾ ബോറടിക്കുമ്പോൾ ചോദിക്കാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡെയിലി നമ്മളുടെ റെറ്റോറി എഡ്യു ഹബിൽ കൊടുക്കലുണ്ട് അല്ലേ. കുറേ ക്വസ്റ്റ്യൻസ് കൊടുക്കാറില്ല, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അത് ആക്ച്വലി എനിക്കറിയാം നിങ്ങളെല്ലാവരും ആ സമയത്തൊന്ന് കേൾക്കുന്നുണ്ടാവും, പക്ഷെ എവിടെ എഴുതി വെക്കുന്നുണ്ടാവില്ല. എന്തായാലും ഇന്ന് തൊട്ട് നിങ്ങൾ എന്തായാലും എഴുതി വെക്കാനും ശ്രമിക്കണം. കാരണം ഒരുപാട് ബോറടിക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കും എന്നറിയോ, ആൻസൈറ്റിയും ഡിപ്രഷനിലേക്ക് പോവത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ബോറടി വന്ന് നമ്മളോട് എന്താ നീ ചെയ്യുന്നേ, ആ ക്വസ്റ്റ്യൻ കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ബോറടിക്കാൻ നിൽക്കാത്തത് അല്ലേ. നമ്മൾ എന്തുകൊണ്ടാ അയ്യോ ബോറടിക്കുന്നേ, ഞാനെന്നാ ഇത് കാണട്ടെ ഒരിക്കൽ ചിരിക്കും, അടുത്ത റീലിൽ അല്ലാ എന്താ ഇത് സംഭവിക്കുന്ന കാര്യം, അടുത്ത് ഇവരെങ്ങനെ അത് ചെയ്തേ, ദേഷ്യം, എന്തൊക്കെ ഇമോഷൻസ് അവിടെ വരുന്നത്. ഓരോ മിനിറ്റിൽ എന്തൊക്കെ ഇമോഷൻസാ വരുന്നത്, ചിന്തിച്ചു നോക്ക്. പണ്ട് എല്ലാവരും യൂട്യൂബ് മാത്രം കണ്ടേ, യൂട്യൂബിൽ ഒരു വീഡിയോ ഏകദേശം 5-10 മിനിറ്റുകൾ ഉണ്ടാവും, നമ്മളത് ഇരുന്ന് കണ്ടവരാണ്. ഇന്ന് നമുക്ക് 1 മിനിറ്റിന്റെ റീല് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഇനി എല്ലാം പോട്ടെ, പണ്ട് ടി വി കാണുന്ന സമയത്ത് ടി വിയിൽ നമ്മൾ ഏഷ്യാനെറ്റ് ആയാലും പല പല ചാനൽസ് ഉണ്ട്, അതിൽ എത്ര സമയം വരെ പരസ്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ ആ പരസ്യം ഇങ്ങനെ കണ്ടിട്ടില്ലേ, പരസ്യം, ഓക്കേ, അപ്പൊ അതെന്താ സാധനം, ഓക്കെ പരസ്യം, ഇങ്ങനെ കണ്ട നമുക്ക് എന്താ ഇന്ന് ഒരു സെക്കൻഡ് പരസ്യം കാണാൻ പറ്റാത്ത, അത്രക്ക് ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുണ്ട് നമ്മൾ, അത്രക്ക് ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുണ്ട് നമ്മളുടെ ബ്രെയിന്. മനസ്സിലാകുന്നുണ്ടോ? തോന്നിയിട്ടുണ്ടോ? അത് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിട്ടോ, ഡാൻ ഗിൽബർട്ട് എന്ന് പറയും സയന്റിസ്റ്റിനെ. ആളൊരു സ്റ്റഡി നടത്തിയതാണ്. ഒരു റൂമിലേക്ക് ഒരു മനുഷ്യനല്ല, ഒരു കൂട്ടം ആൾക്കാരെ ഓരോ റൂമിലേക്ക് ഇങ്ങനെ പറഞ്ഞയച്ചു. പല പല റൂമാണ് പറഞ്ഞയച്ചു. ആ റൂമിൽ അവർക്കൊരു 15 മിനിറ്റ് ചെലവാക്കണം. 15 മിനിറ്റ് ചെലവാക്കണം. അവർ 15 മിനിറ്റ് ചെലവാക്കേണ്ടത് എങ്ങനെയാണ്? ഒന്നുമില്ല, ഇത് ഇങ്ങനെ ഒരു കസാരയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. 15 മിനിറ്റ് ഒരു റൂമിൽ ഞാൻ മാത്രം ഇരിക്കുന്നു, കസാരയിൽ ഞാൻ ഇങ്ങനെ 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം, ഒന്നും ചെയ്യാനില്ല, ഫുൾ ബോറടി തന്നെയാണ്. എന്നിട്ട് അവരവിടെ എന്ത് ചെയ്യുന്നറിയാം, അവിടെ ഒരു റെഡ് ബട്ടൺ വെച്ചിട്ടുണ്ട്. ആ റൂമിൽ ഒരു റെഡ് ബട്ടൺ വെച്ചിട്ടുണ്ട്. ആ റെഡ് ബട്ടൺ തൊട്ടാൽ ഷോക്കടിക്കും. ഏത്, മറ്റേ മരിക്കുന്ന ഷോക്കടിയൊന്നും അല്ല കേട്ടോ, ഒരു തരിപ്പ് ഷോക്കടിയില്ലേ, അങ്ങനത്തെ ഒരു ഷോക്കടി. ഓക്കെ, നമുക്ക് എന്നാലും ആ ഷോക്കടി ഏക്കും, ദാറ്റ് ഷോക്ക് ഫീലിംഗ് വിൽ ബി ദർ. അപ്പോൾ ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് ആളെ കയറ്റിയപ്പോൾ ഇവർ വിചാരിച്ചത് എന്തായാലും എല്ലാവരും 15 മിനിറ്റ് കഴിയുന്നവരെയും 15 മിനിറ്റ് അല്ലേ ഇങ്ങനെ ഇരുന്നാൽ പോരെ, അങ്ങനെ ചെയ്തിട്ട് വരുമെന്ന്. പക്ഷേ സ്റ്റഡിയുടെ അവസാനം എന്താ കിട്ടിയെന്നറിയോ, 80% ആൾക്കാരും ബോറടിച്ചിട്ട് ആ ചുവന്ന ബട്ടണിൽ അമർത്തിയിട്ടുണ്ടെന്ന്. ആ ബട്ടൺ അമർത്തിയിട്ട് ഷോക്ക് അടിക്കുമെന്ന് അറിഞ്ഞും കൊണ്ട് അവർ പോയിട്ട് ആ ചുവന്ന ബട്ടൺ അമർത്തിയിട്ടുണ്ട്. അത്രക്ക് ആൾക്കാർക്ക് സൈലൻസിലിരിക്കാൻ പേടിയാണ്, മടിയാണ്. വെൻ യു സിറ്റ് ഇൻ സൈലൻസ്, നമ്മളെ ഉള്ളിലത്തെ ആ ക്രിട്ടിക്കില്ലേ വല്ലാണ്ട് വർക്ക് ചെയ്യും. ആളിങ്ങനെ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും ചോദിക്കും. ഇത്ര പ്രായമായില്ലേ നിനക്ക്, നീ ഇപ്പം എവിടം വരെ എത്തിയ, നീ എന്താ ചെയ്തേ, നീ അവരോട് എന്താ ചെയ്തേ, ഇവർക്ക് വേണ്ടി എന്താ ചെയ്തേ, നീ ഭൂമിയിൽ ജീവിച്ചു തന്നെ എന്തിനാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ, നീ ഇന്ന് ശരിയല്ല, നീ അതിന് ശരിയല്ല, നീ ഇതിന് ശരിയല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിലും നല്ലത് ഇതങ്ങ് പ്രസ് ചെയ്യുന്നുള്ള ഫീലിംഗ് വന്നിട്ട് അവരൊക്കെ ഷോക്ക് അടിക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് സത്യമാണെന്ന്? ഈ സ്റ്റോറി ശരിക്കുള്ള സ്റ്റോറിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ മക്കളെ? ആർ യു ഹിയർ?
തോന്നുന്നുണ്ടോ? ശരിക്കുള്ള സ്റ്റോറിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. ആ, നമ്മളുടെ മരണശേഷം വി ഗോ അല്ലേ, നമ്മളാ ഇങ്ങനെ വരി വരി വരിയായിട്ട് നിർത്തിയിട്ട് നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നാണല്ലോ നമ്മളുടെ ഒരു ഇത്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഓരോരാളോടും ചോദിക്കുന്ന വരെയും വി ആർ ലൈക്ക് വെയിറ്റിംഗ്. ആ ചൂടത്ത് ഇങ്ങനെ വേർത്ത് കുളിച്ചിങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ ആൾക്കാർ പറയും പോലും എന്നെ അങ്ങ് നരകത്തിലേക്ക് ഇട്ടേക്ക്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ട, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. എനിക്കിങ്ങനെ ഈ വെയിറ്റിംഗ്, ഒരു സ്ഥലത്ത് ക്യൂല് നിൽക്കുമ്പോൾ വെയിറ്റിംഗ് ഈസ് എ ബിഗ് ബോർഡം. ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ക്യൂല് നിൽക്കുമ്പോൾ ബോറടിക്കാറുണ്ടല്ലേ? ഈ ഭൂമിയിൽ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സിറ്റുവേഷൻ എന്തായിരിക്കും? അപ്പോൾ എല്ലാവരും ഇന്നേ ട്രയലൊക്കെ ചെയ്യാം. ഇങ്ങനെ കുറച്ച് ക്ഷമയോടുകൂടി ക്യൂലൊക്കെ നിന്നുകൊണ്ട് ബോറടിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ബോറടിയുടെ ഗുണം ഉണ്ടായ കുറേ സംഭവങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാരി പോട്ടർ എഴുതിയ ആളെ അറിയോ? ഹാരി പോട്ടറിന്റെ ഓതറിനെ അറിയോ? യെസ് ഓർ നോ? ഹാരി പോട്ടറിന്റെ ഓതറിനെ അറിയോ? നമ്മളെ മക്കളൊക്കെ വായിക്കുന്ന ഹാരി പോട്ടർ ബുക്കിന്റെ എഴുത്തുകാരി ജാക്കുലിൻ അല്ലേ? ജെ.കെ. റോളിംഗ്. ജെ.കെ. റോളിംഗ്. ജെ.കെ. റോളിംഗ്. ജെ.കെ. റോളിംഗ് ഇന്ന് എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? എവിടുന്നാ ഇത് കിട്ടിയെന്നറിയോ? ഈ ബുക്ക് എവിടുന്നാ എഴുതാൻ കിട്ടിയെന്നറിയോ? തലയിലേക്ക് വരണ്ട ഈ സംഭവം. അവരുടെ ഒരു ട്രെയിൻ യാത്രക്കിടെ അവരുടെ ട്രെയിന് ഭയങ്കര ഡിലേ ആയി പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ബോറടി ഇല്ലേ? ആ ബോറടിച്ചപ്പോഴാണ് പോലും ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടായത്. മനസ്സിലായോ? അവരേതോ കോഫി ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്, അങ്ങനെ ഞാൻ വായിച്ചത്, എനിക്ക് ഓർമ്മയില്ല ശരിക്കും. ബോറടിച്ചപ്പോഴാണ് ട്രെയിൻ. അതെ, കോഫി ഷോപ്പിൽ എന്തിനാ പോയത്? ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ടാ. ട്രെയിൻ അത് ലേറ്റ് ശരി. ആയി. ഉം. അപ്പൊ ട്രെയിൻ ലേറ്റ് ആകുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യാ? ഈ ട്രെയിനിന്റെ ഒരു കാര്യം എപ്പോഴും ഇത് തന്നെയാണോ? ഇനിയിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യാ? ഒരു വെപ്രാളായിരിക്കും നമുക്ക്. പക്ഷെ അവരൊക്കെ ട്രെയിൻ യാത്രക്കൊക്കെ പോയപ്പോ എന്താ ചെയ്ത്? സെറ്റപ്പ് അല്ലേ? അങ്ങനെ നമുക്കും ചിന്തിക്കാനുള്ള കഴിവുകൾ പടച്ചോൻ തരട്ടെ. നമുക്ക് ഇരുന്നിട്ടിട്ട് നമുക്ക് ബോറടിക്കുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടാവട്ടെ അല്ലേ? ഓക്കെ. സോ നമ്മൾ കുറേ ബോറടിനെ കുറിച്ച് കേട്ടു. ആവശ്യത്തിൽ കൂടുതൽ ബോറടി ആയിട്ടുണ്ട്. ഓക്കെ. നമുക്കിനി ബോറടിക്കുന്നു, നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതല്ലേ നമ്മൾ ഇനി ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. നമ്മൾ ബോറടിച്ച് കഴിഞ്ഞാൽ എന്താ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൺ ദ സ്പോട്ട് ഈ സാധനത്തിന് എടുക്കും. അത് നമ്മൾ എടുക്കുന്നില്ല. കാരണം നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. ബോറടിച്ച് എന്ത് ചെയ്യണമെന്ന്. ഒന്ന്, പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് നിൽക്കുക, എന്നിട്ട് സ്വന്തത്തിനോട് പറയാം. ഇപ്പോൾ എനിക്കാണ് ബോറടിക്കുന്നില്ല, ഇല്ല എനിക്ക് ബോറടിക്കുന്നുണ്ടല്ലേ, ഓക്കെ കുഴപ്പമില്ല, നീ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കേ. ഓക്കെ, ഐ എം ഗെറ്റിംഗ് ബോർഡ്. മനസ്സിലായി, ഐ എം ഗെറ്റിംഗ് ബോർഡ്. അപ്പം ഞാൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ. ഇനി അന്നേരം എന്ത് സംഭവിക്കുക വെച്ചാൽ നേരത്തെ ഉണ്ടായത് ഉമ്മ എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിന് എന്ത് സംഭവിച്ചു? ഓക്കെ, ബോറടിക്കുന്നുണ്ട്, കാമായിട്ടുണ്ട്, നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കാം, ഇനി നിനക്ക് എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്താലാ നിന്റെ ബോറടി മാറുക? സ്വന്തത്തിനോട് ചോദിക്കാം കേട്ടോ. നീ എന്ത് ചെയ്താലാ നിന്റെ ഈ ബോറടി ഇപ്പം മാറുക? അപ്പം നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നാൽ മതി. അപ്പം മേ ബി നമ്മളുടെ ശരീരത്തിന് വീക്ക് ആയതുകൊണ്ടായിരിക്കും. റെസ്റ്റ് എടുക്കുക. എനിക്കൊന്ന് കുറച്ച് നേരം കണ്ണടച്ചിരുന്നാൽ മതി, റെസ്റ്റ് എടുക്കുക. അവിടെയൊക്കെ നമ്മളെ മനസ്സും നമ്മളെ ശരീരവും പറയുന്നത് റെസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. ചില സമയത്ത് നമ്മൾ ബോറടിക്കുമ്പോൾ എന്താ എനിക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്നോട് പറയുമായിരിക്കും, നീ ഒരു പാട്ട് പാടിയേ കേൾക്കട്ടെ. അപ്പൊ പാട്ട് പാടലിൽ ഒരു ക്രിയേറ്റീവ് ആയിരിക്കും അവിടെ വരുന്നത്. ഇല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് തോന്നും ഒരു ബുക്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചാലോ, എന്തൊക്കെയോ എഴുതാനുണ്ടല്ലോ. അപ്പൊ എഴുതുക, എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതപ്പോൾ ചെയ്യുക. ഇത് ചില സമയത്ത് ഇപ്പൊ നേരത്തെ നമ്മളുടെ മാം പറഞ്ഞു, ഞാൻ നന്നായി ബോറടിച്ചിട്ടുണ്ടാവും, ലൈഫ് ബോറിംഗ് ആയി മാറിയപ്പോൾ ഞാൻ പല പല കോഴ്സുകൾ പഠിക്കാൻ തുടങ്ങി, എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന്. അവിടെ നമ്മളുടെ മനസ്സ് എന്താ പറഞ്ഞെന്നറിയോ? നീ വളരണടാ, നീ ഇങ്ങനെ ഇരിക്കേണ്ടവളല്ല, നീ ഇനിയും പഠിക്കണം, വളരണം. അതാണ് നമ്മളെ മനസ്സ് നമുക്ക് പറഞ്ഞിരുന്നത്.
വേറെ സമയത്ത് നമ്മൾ എന്താ ഇപ്പൊ എനിക്ക് ബോറടിക്കുന്നുണ്ടല്ലേ, എന്താ ഇപ്പൊ ചെയ്യണ്ടേ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കണം, നമുക്കൊരു ഫ്രണ്ട്സിനെ വിളിക്കാം, കണക്ഷൻ ബിൽഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ മനസ്സ് എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ച് ആൾക്കാരോട് സംസാരിക്കണം, അവരുമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഒന്ന് ഒന്ന് ഒരു നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ള ചിന്തയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ബോറടിക്കുമ്പോൾ ഒന്ന് പോസ് ചെയ്യാം. ഓ, നിനക്ക് ബോറടിക്കുന്നുണ്ടല്ലേ, ഇറ്റ്സ് ഓക്കെ. ഒന്ന് 2 മിനിറ്റ് നീ ഇവിടെ ഇരിക്കും. നിനക്ക് എന്താ ഇപ്പൊ ചെയ്യണ്ടേ? ബോറടിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ ചെയ്യണ്ടേ? സമയം കളയണോ? വെറുതെ സമയം കളയണോ? റീൽസ് നോക്കിയാ വേണ്ടേ? അല്ല 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 അല്ലേ. അപ്പൊ പിന്നെന്താ വേണ്ടേ? എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണോ എന്നാ റെസ്റ്റ് എടുക്ക്. ഡാൻസ് കളിക്കണോ എന്നാ ഡാൻസ് കളിക്ക്. എഴുതണോ എന്നാ എഴുത്. മനസ്സിലായോ? അതായത് നമ്മളെ തന്നെ നമ്മൾ കൂടെ ഇരുന്ന് നമ്മളൊരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയിട്ട് നമ്മളെ വീണ്ടും വളർത്തിയെടുക്കുക നമ്മൾ ചെയ്യുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്താ ചെയ്യണമെന്ന് പോലും നമ്മൾ അറിയാതെ വി ജസ്റ്റ് ഡൂ ദിസ്. ഇൻസ്റ്റഡ് നിനക്ക് എന്താ ചെയ്യേണ്ടത്? നിനക്ക് പഠിക്കണം, ഒരു കാര്യം പഠിക്കണം, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. സോഷ്യൽ മീഡിയ ഹാമാന്ന് ഞാൻ പറയൂല. അതിൽ ത്രൂ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്ന്, നമ്മളുടെ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഓരോരാളുടെ ഇഷ്ടങ്ങളില്ലേ, അതിനനുസരിച്ച് പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്ന താല്പര്യപ്പെടുന്നവർ അതിനനുസരിച്ച് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. തനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബോർ അടിക്കുന്ന സമയത്ത് ഞാൻ ഇതാണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പ്ലേലിസ്റ്റാണ് കേൾക്കാൻ പോകുന്നത്, അങ്ങനത്തെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അടുത്തതാണ്, എപ്പോഴും നമ്മളുടെ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ നോക്കുക. സംസാരിക്കാൻ പറ്റുന്നവരൊക്കെ സംസാരിക്കുക, മറ്റുള്ളവർക്ക് ആർക്കാണോ മെസ്സേജ് അയക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് അയക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നന്നായി ബോറടിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ നല്ലൊരു പരിപാടിയാണ് കേട്ടോ. നല്ലോണം ബോറടിക്കാനുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മൊബൈലിൽ ആവശ്യമില്ലാത്ത കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടാവും. അതാണ് സത്യം പറഞ്ഞാൽ മൊബൈലിലെ കച്ചറ. ആ കച്ചറ നിങ്ങൾ ക്ലീൻ ചെയ്യുക, ഡീക്ലട്ടർ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിനെ ക്ലീൻ ആക്കി വെക്കുക, എന്നിട്ട് നല്ല സ്പേസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നല്ല ഒരു വാൾപേപ്പറും കീപ്പ് ചെയ്യുക, സോ ദാറ്റ് യു ഫൈൻഡ് ഇറ്റ് എ ന്യൂ മൊബൈൽ പോലെ. അതേപോലെ നിങ്ങളെ വീടായാലും ടോട്ടലി ഒന്ന് ക്ലീൻ ചെയ്യും. എല്ലാവരും ക്ലീൻ ചെയ്യും, പക്ഷെ വല്ലപ്പോഴൊക്കെ ഈ ബോറടിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ലെങ്കിൽ ഈ ടേബിൾ എടുത്ത് അങ്ങോട്ട് വെക്കുക, ആ സോഫ എടുത്ത് ഇങ്ങോട്ട് വെക്കുക, എന്നിട്ടൊന്ന് നോക്കുക. അപ്പൊ യു ഫീൽ വെരി ഗുഡ്. വേറെ സംഭവമായിട്ടുണ്ട്. അങ്ങനെ ഓർഗനൈസേഷൻ സ്കിൽസ് ആയാലും നിങ്ങളുടെ ക്ലീനിങ് സ്കിൽസ് ആയാലും എന്തൊക്കെ സ്കിൽസാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്യാം. പുസ്തകം വായിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അങ്ങനെ വായിക്കാം. പുതിയ പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതൊക്കെയാണ് നിങ്ങൾ ബോറടിക്കുമ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് ബോറടിക്കുന്നോ എന്ന് പറഞ്ഞ് ഇതെടുക്കരുത്. കാരണം ഇതിൽ ഉള്ളത് മൊത്തം നമ്മളുടെ ബ്രെയിനെ ഹൈ സ്റ്റിമുലേഷനിൽ എത്തിക്കേണ്ട സംഭവമാണ്. ഇപ്പൊ നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളിൽ ബോറടിയാണ് പോലും. ഞാൻ ചോദിച്ചു, അതെന്താ ടീച്ചർ പഠിപ്പിക്കുന്നില്ലേ? ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ടീച്ചറൊക്കെ പഠിപ്പിക്കുന്നത് ടുഡേ ഐ ആം ഗോയിങ് ടു ടീച്ച് യു വാട്ട് ഈസ് കാറ്റലിസ്റ്റ്. ദ കാറ്റലിസ്റ്റ് ഈസ്, ഞാൻ പറഞ്ഞു പിന്നെ ടീച്ചർ പിന്നെ എങ്ങനെ പഠിപ്പിക്കണ്ടേ? ഓ, ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ ടുഡേ ഐ ആം ഗോയിങ് ടു ടീച്ച് യു വാട്ട്സ് കാറ്റലിസ്റ്റ്, കാറ്റലിസ്റ്റ്. ഇങ്ങനെ മക്കളൊക്കെ കാണുന്ന ഒരു 2x സ്പീഡിലാണ്. മക്കള് വീഡിയോസ് കാണുന്നത് 2x സ്പീഡിലാണ്. 2x സ്പീഡിൽ കേട്ട് 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 ട്രെയിൻഡ് ആയ ബ്രെയിന് നമ്മളെ പാവം ടീച്ചർമാർ ലൈവിൽ വന്നിട്ട് ടുഡേ ഐ വിൽ ടീച്ച് യു വാട്ട് ഈസ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ പിള്ളേർ ഇങ്ങനെ എന്തുകൊണ്ടാ സംഭവിച്ച ആ ബോറിങ്? നമ്മളുടെ ബ്രെയിന് ഓവർ സ്റ്റിമുലേറ്റഡ് ആയത് കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയോ എന്താണ് ബോറടി എന്നും എന്തുകൊണ്ടാണ് ഇത്ര ബോറടിച്ചതെന്നും? ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്നതിന്റെ റീസണും ഒക്കെ നിങ്ങൾക്ക് പിടികിട്ടിയോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? കേൾക്കുന്നില്ലേ? കേട്ടില്ല ഒന്നും? ഹലോ ഹലോ ഹലോ. ഉണ്ടല്ലോ, കേൾക്കാലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിഷിത മാം, ഐ തിങ്ക് ഇറ്റ്സ് യുവർ സൈഡ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടോ എന്താണ് ബോറടി എന്ന് പറഞ്ഞാല്? എന്തുകൊണ്ട് ബോറടിക്കുന്നു? ബോറടി നല്ലത് എന്തുകൊണ്ടാണ്? ബോറടിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും?
ഒക്കെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ബോറടിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ട നിങ്ങളുടെ വേറൊരു സ്കില്ലുണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചിട്ട് ഇവിടെ ആർക്ക് സംസാരിക്കാൻ പറ്റും? ആരാ ഉള്ളത് ഇവിടെ? നമുക്ക് ഈ സ്പോട്ട് ലൈറ്റ് ഒന്ന് മാറ്റാം, നമുക്ക് ഒരു ടോപ്പിക് ഇറക്കാം. റുബീന മാം ഫ്രീ ഉണ്ടോ? തിരക്കാൻ തോന്നുന്നു അല്ലേ? മാം പനിയാണ് എനിക്ക്. അയ്യോ, അപ്പോ പനി പിടിച്ച? കിടന്നിട്ട് കേക്കാം. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് പിടിച്ചതാണോ പനി? ഷോ, അല്ല അല്ല, പ്രശ്നം. ഇന്നലെ പനി പിടിച്ചു. ഓ, ഇന്നലെ പിടിച്ചു. തണുപ്പ് വരല്ല, അതുകൊണ്ടായിരിക്കും അല്ലേ? കേൾക്കുന്നുണ്ട്. ആയിരിക്കും. ഓക്കെ മാം, റെസ്റ്റ് എടുക്കൂ, റെസ്റ്റ് എടുക്കൂ. ഓക്കെ, താങ്ക് യു. ലാമിയ, ലാമിയക്ക് എന്താ തോന്നുന്നത്? കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തിനാ പഠിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് എന്തിനാണ്? ഇപ്പൊ ആർക്കും കമ്മ്യൂണിക്കേഷൻസ് ഇല്ലല്ലോ. സ്കില്ല് വളർത്തിയെടുത്താൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പ്രത്യേകിച്ച് മക്കൾക്ക് അല്ലേ? അതെ അതെ. ഇല്ല, സത്യം. ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ടും അവർക്ക് അതാ ഒരു സ്കില്ല്. ഇപ്പൊ അവര് വർത്താനം പറയുമ്പോ തന്നെ ഇവിടെ തന്നെ വരുന്നൊരു മെല്ലെ വർത്താനം പതുക്കെ വർത്താനം പറയും. ഇപ്പൊ പലരും ഇങ്ങനെ പറയുന്നത് ഉമ്മാടെ സൗണ്ട് ഇല്ലല്ലോ മക്കൾക്ക് എന്നാ പറയുന്നത്. ശരിയാ, നമ്മളെല്ലാവരും നമ്മളും നന്നായിട്ട് സൗണ്ടിലൊക്കെ വർത്താനം പറയുമ്പോ ഇവരോട് ചോദിക്കുമ്പോ പതുക്കെ എന്തിനും ഇതിനും എല്ലാം മറുപടി ഒരു മാത്രം ഡൗട്ട്, ഇങ്ങനെ തന്നെയാണോ ആ സംസാരിക്കേണ്ടത്? ഇങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ആദ്യം ഒന്ന് മുഖത്തോട്ട് നോക്കും. ഈ ഉം, സ്കില്ല് വളർത്തിയെടുക്കുന്നത് അത്യാവശ്യം തന്നെ. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മള് ഉം, എപ്പോഴും അവരെങ്ങനെ കൊണ്ടുപോയിട്ട് സംസാരിപ്പിച്ചിട്ടും ആ സ്കില്ല് വളർത്തിയെടുക്കണം. ഉം. ഇപ്പൊ ഞാനെന്നൊക്കെ പറഞ്ഞ യുഎയിലായ കാരണം നമ്മുടെ ഫ്ലാറ്റിൽ അവരുടെ ഫ്രണ്ട്സിനായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളെ വലിയവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല അവർക്ക്. ഉം, അതാണ് അത് ഉം. അത്യാവശ്യമാണ് ഇപ്പൊ. റസിയ മാം ടീച്ചർ അല്ലേ? റസിയ മാമിന് എന്താ തോന്നുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചിട്ട്? റസിയ മാം അവിടെ ഉണ്ടോ? ആ, ഓ, ഉണ്ട്. എന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം നമുക്ക്. എന്താ പറയാ, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കണമെങ്കിൽ ആ സ്കില്ല് നമ്മൾ വളർത്തിയെടുക്കണം. നല്ല ഭാഷ പറയണമെങ്കിലും അതുപോലെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കണമെങ്കിലും നമ്മൾ ആ സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. ഉം. അല്ലെങ്കിൽ നമ്മൾ ഈ അഞ്ഞ കൊഞ്ഞ വർത്താനായിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അത് പഠിക്കേണ്ടത് തന്നെയാണ്. യെസ്, വെരി അപ്പൊ ട്രൂ. നമുക്കിപ്പോ എനിക്കിപ്പോ അറിയാം, ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളെ സ്കൂളില് ഞങ്ങളെ അച്ഛമ്മന് ആ സ്കില്ല് വളരെ കുറവാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾ മൂപ്പര് താഴെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കുറെ സ്റ്റാഫിന് ആ സ്കില്ല് കൂടുതലുമാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോ ഇപ്പൊ ടീച്ചറായിരിക്കുമല്ലോ ആദ്യം സംസാരിക്കേണ്ടത്. അപ്പൊ ഞങ്ങൾക്കൊരു ഭയമാണ് എന്താവും എന്നുള്ളത്. കാരണം അത്രക്കും ടീച്ചർക്ക് അതിലൊരു വല്ലാത്തൊരു കുറവാണ്. സ്റ്റേൺ ഓക്കെ. ആയിട്ട് നിൽക്കാൻ അപ്പോൾ പറ്റുന്നില്ല, സംസാരിക്കാൻ നമ്മളിപ്പോ പറ്റുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ എന്താ വന്നത്? സ്റ്റേജിൽ കയറി സംസാരിക്കുന്നതാണോ? ആണോ? അല്ല, സ്റ്റേജിൽ കയറി സംസാരിക്കുന്നുള്ളതല്ല, ആ, എങ്ങനെയായാലും നമുക്കത് നോർമൽ ആയിട്ടായാലും. നോർമൽ ആയാലും നമുക്ക് നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ അവരെ മുഖത്ത് നോക്കി സംസാരിക്കണം. നമുക്ക് ഒരിതുണ്ടല്ലോ, അത് യെസ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പണ്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അല്ലേ, കൂട്ടുകുടുംബമായിരുന്നു, റിലേറ്റീവ്സ് ഉണ്ടാവും. എല്ലാവരുടെയും കൂടെ കയറി സംസാരിച്ചിട്ട് വേറെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, ഇങ്ങനെയാ സംസാരിക്കേണ്ടത്, നിന്റെ അത് ശരിയായില്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞു തരാനും കുറേ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും ഇതേപോലെ ഒരു മൈന്യൂട്ടായി മാറുമ്പോൾ നാച്ചുറലി നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കുറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളുടെ റിലേഷൻഷിപ്പിലായാലും ഏറ്റവും കൂടുതൽ ഹൈയിൽ കിടക്കുന്നത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നമ്മൾ എത്ര നല്ല രീതിയിൽ സംസാരിക്കുന്നു അത്രയും നല്ല റിലേഷൻഷിപ്പും അത്രയും നല്ല നെറ്റ്വർക്കും ആയിരിക്കും നമുക്ക്. ആണോ അല്ലയോ? അതോ നമ്മളൊരു മനുഷ്യനെ ആദ്യം ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി അവർ വരുന്നുള്ള ആ ഒരു ഫീലിങ്ങിലായിരിക്കും കിടക്കുന്നത്. പക്ഷെ എത്ര പേർക്ക് കുറേ ആൾക്കാരോട് ആളെ കണ്ട പോലെ അല്ല കേട്ടോ, ഒന്ന് സംസാരിക്കുമ്പോഴേക്കാ മനസ്സിന്ന് എന്ത് നല്ല മനുഷ്യനാ,
ആ സംസാരത്തിൽ നിന്നാണ് ആക്ച്വലി നമുക്കൊരു മനുഷ്യനെ പിടികിട്ടുന്നത്. നമ്മൾ അധികം പറയാറില്ലേ, അവളെ എനിക്ക് പിടികിട്ടുന്നില്ല എന്ന്. ആ പിടികിട്ടുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ സൈലൻ്റായി ഇരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ആ പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന മനുഷ്യന്മാരെ എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ഞാൻ എൻ്റെ കോഴ്സുകൾ ഉണ്ടല്ലോ, നമ്മുടെ സ്പീക്കർ കോഴ്സ്. അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിട്ട് പറയുന്ന ഒരു സംഭവമാണ്, ഞാൻ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ എനിക്ക് ഈ കോഴ്സിന്റെ ആവശ്യമില്ലല്ലോ, ഹൗസ് വൈഫിന് ഇതിന്റെ ആവശ്യം എന്തെന്നില്ലേ. ഹൗസ് വൈഫിന്റെ ആവശ്യമാണ് ഇപ്പൊ നമ്മളുടെ റസിയ മാം സംസാരിച്ച ആ സംഭവം. അതായത് നമ്മൾക്ക് നോർമലായിട്ട് ജീവിക്കണമെങ്കിലും നന്നായി സംസാരിക്കാനുള്ള കഴിവ് വേണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യം ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിച്ച് പറയുമ്പോഴേക്കും മറ്റേ ആൾക്ക് കാര്യമൊന്നും പിടികിട്ടുന്നുണ്ടാവില്ല. നമ്മൾ വളഞ്ഞ് മൂക്ക് പിടിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. അതായത് ഞാൻ ഇന്നലെ പോയിനല്ലോ, അപ്പോ പോയപ്പോ നാരായണേട്ടനെ കണ്ട്, നാരായണേട്ടൻ അന്നേരം അവിടുന്ന് വന്ന്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. കുറേ ഫില്ലർ വേർഡ്സും ആവശ്യമില്ലാത്ത സ്റ്റോറീസും, എന്നാലോ വേണ്ട കാര്യം എത്തിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഈ കോഴ്സ് ത്രൂ കടന്നു പോകുമ്പം ആക്ച്വലി സംഭവിക്കുന്ന നമ്മളെ ബ്രെയിൻ, നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്നില്ലേ, ഷോ ആ കോഴ്സിൽ കയറിയ പിന്നെ എൻ്റെ മൈൻഡ് അങ്ങ് റീപ്രോഗ്രാം ആയി പോയി. ഓക്കെ റിസ്യ മാം, മൈൻഡ് അങ്ങോട്ട് റീപ്രോഗ്രാം ആയി പോയി എന്ന് പറയില്ലേ, അതേപോലെയാണ് കമ്മ്യൂണിക്കേഷൻ റീപ്രോഗ്രാമിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ തന്നെ മാറിപ്പോവാണ് സംഭവിക്കുന്നത്. സോ അതിൽ ത്രൂ ഞാനിപ്പോൾ ഒരുപാട് പേർക്ക് ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പം അടുത്തൊരു പ്രശ്നം പറഞ്ഞാൽ എന്താണെന്നറിയാം, നിങ്ങൾ പറയുന്നത് സ്പീക്കിംഗ് കോഴ്സ്, അതിൽ ഒന്നാമത് എനിക്ക് ഭയങ്കര പേടിയാണല്ലോ, ഈ പേടിയില്ല ഞാൻ എങ്ങനെ വന്നിട്ട് ഗ്രൂപ്പിലായാലും സംസാരിക്കുക, എനിക്ക് ഭയങ്കര പേടിയാ, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് പേടിയാണ്, പിന്നെ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അവിടെയാണ് നമ്മളെ കോഴ്സ് സ്പോട്ട്ലൈറ്റ് സ്പീക്കർ വരുന്നത് കേട്ടോ. സ്പോട്ട്ലൈറ്റ് സ്പീക്കർ എന്ന് പറയുന്നത് ഞാനുമായിട്ട് വാട്സാപ്പ് സെഷൻസ് ആണ്, 14 ദിവസത്തെ വാട്സാപ്പ് സെഷനാണ് അവിടെ നടക്കുന്നത്. അതിൽ ത്രൂ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പോവാണ്. ആ ഒരു 14 ദിവസത്തിൽ നമ്മൾ ഒന്നിച്ച് വി ബോത്ത് ഒള്ളി ഓക്കെ 1-to-1 ആയിരിക്കും. അത് ത്രൂ നമ്മളെ ബോഡി ലാംഗ്വേജ് എന്താവണമെന്നും വോയിസ് മോഡുലേഷൻ എന്താവണമെന്നും അതേപോലെ ലൈവായിട്ട് കുറേ ടാസ്കുകളൊക്കെ ചെയ്യിപ്പിച്ച് അതിൻ്റെ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് തന്നു, ഇങ്ങനെയാണല്ലേ സംസാരിക്കേണ്ടത്, നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും എടുത്തിട്ട് അവിടെ അനലൈസ് ചെയ്ത് ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ്. അതും 1-to-1 ആണ്. 1-to-1 ആയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ് സ്പോട്ട്ലൈറ്റ് സ്പീക്കർ. അപ്പോൾ ഇപ്പോൾ ഡിസംബർ 25 വരെ ഇതിൻ്റെ ഫീസ് വെറും 1000 രൂപയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഓഫർ ഫീസ് ആയിട്ട് കൊടുക്കുന്നതാണ്. എനിക്കറിയാം ഇതൊന്നും അല്ല ഇതിൻ്റെ ഫീസിൻ്റെ റേറ്റ് വെക്കേണ്ടതെന്നൊക്കെ, എന്നാലും നമ്മളുടെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചെറിയൊരു അമൗണ്ടിന് വെക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട്, ഈ ഒരു പ്രൈസിന് കൊടുക്കേണ്ട സംഭവം എന്നല്ല എന്നറിയാം. എന്നാലും എല്ലാവരും ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണെന്നും അത് തരുന്ന കോൺഫിഡൻസ് എന്താണെന്നും ശരിക്കും മനസ്സിലാക്കാനുണ്ട്. ഇപ്പം ഞാനൊരു എഞ്ചിനീയർ ആയിട്ട് ഉണ്ടാകുമുള്ള കോൺഫിഡൻസ് അല്ല ഞാനൊരു സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് ആ കോൺഫിഡൻസ് എന്നിൽ വന്നത്. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കേണ്ട ഒരു സ്കില്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ല് കമ്മ്യൂണിക്കേഷനാണ്. കാരണം നമ്മൾ അതിൽ പറഞ്ഞല്ലേ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ സംസാരിക്കാമെന്ന്. അപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയാണതാ, എൻ്റെ ജീവിതം പോയേ, എന്തുണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ എന്നല്ല നമ്മൾ സംസാരിക്കണം. നമ്മൾ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് നമ്മളുടെ വോയിസ് മോഡുലേഷനും നമ്മളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ എനർജറ്റിക് ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് അവർക്കും ഫീൽ ചെയ്യുക ആ ഹാപ്പിനെസ്സും ആ എനർജിയും ഒക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് ലെവൽ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അതിനെയാണ് നമ്മൾ സ്പോട്ട്ലൈറ്റ് സ്പീക്കർ കോഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 25ൻ്റെ ഉള്ളിൽ മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യാൻ നോക്കുക. ഇതൊരു അടിപൊളി സെഷനായിരിക്കും, അടിപൊളി ഓഫറുമാണ്. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും
ബോറടി എന്താണെന്നും ഏതാണെന്നും എങ്ങനെ സംഭവിക്കുന്നുവെന്നും ബോറടി നല്ലതാണെന്നും ഒക്കെയുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടോ ഇന്നത്തെ സെഷനിലൂടെ? എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാട്ടോ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, സമയമായിട്ടുണ്ട്. എനി ഫീഡ്ബാക്ക്? ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? എല്ലാവരും ചായ കുടിക്കാൻ പോയെന്ന് തോന്നുന്നു. യെസ്. ആ, തസീന, ഹൗ ആർ യു മൈ ഡിയർ? ഹലോ, സുഖല്ലേ മുത്തേ? ആ, സുഖം സുഖം സുഖം. നേരത്തെ ഉണ്ടോ സെഷനില്? വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം, കുറേ കാലത്തിന് ശേഷം കാണുന്നു. എന്നെ ഓർമ്മയുണ്ടോ? താങ്ക് യു ഡിയർ, സോ ഹാപ്പി, സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. എനി ഫീഡ്ബാക്ക്? നല്ല ക്ലാസ് ആയിരുന്നു ലീല. എനിക്ക് എന്താന്ന് മനസ്സിലായി. എന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ ഒരു ഒരു ധൈര്യം, എന്താണ് പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് എന്തെല്ലാം പറഞ്ഞല്ലോ ലീല, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിക്കാനും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും അതൊക്കെ ഒരു നല്ല ഐഡിയാസ് ആയിട്ട് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ, യൂട്യൂബിലാണ് നമ്മൾ അധിക പഠനവും ഇപ്പൊ നടക്കുന്നത്. അപ്പൊ യൂട്യൂബിൽ നമ്മൾ ഡിസ്ട്രാക്ട് ആയി പോവാതിരിക്കാനാണ് ആ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ പറയുന്നത്. അപ്പൊ അത് മാത്രമേ നമ്മളിങ്ങനെ കാണുള്ളൂ, അതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. അപ്പൊ അത് സത്യം. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ മൊബൈലിൽ നമ്മൾ പഠിക്കാൻ തന്നെ നമ്മൾ നല്ല മക്കളല്ലേ, റെറ്റോറിയ ജുഹബിൽ നല്ല നല്ല മക്കളാണ് നമ്മൾ. അപ്പൊ നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ എടുക്കുന്നത്. പക്ഷെ നമ്മളുടെ എവിടെയെങ്കിലുമൊക്കെ പോവും. ആ പോവാതിരിക്കാൻ നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ. ഓക്കെ, വേറെ ആർക്കും ഒന്നും പറയാനില്ലേ? ഷെമീന മാം എന്തോ അയച്ചിട്ടുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, ഈ ആരാ ഇത്? മുഹമ്മദ് അൻസാർ ഹാഷിം? ആര്? ഫർസാന. ആ, അങ്ങനെ പറയും. ഞാൻ വിചാരിച്ചു എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ആണ്ട് പേരൊക്കെ കേൾക്കുന്നു. ഗുഡ്. സോറി, മോന് ക്ലാസ്സിലിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ, ഫൈൻ, നോ ഇഷ്യൂസ്. ഞാൻ ജസ്റ്റ് തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ, നോ ഇഷ്യൂസ്. നമ്മളിവിടെ ആണുങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് ഇന്ന് സംസാരിക്കുമ്പോൾ വേറൊരു ഫീലാണ്. ഞാനിപ്പോ കുറച്ച് ഓഫ്ലൈൻ സെഷൻസ് ഒക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ, ഓൺലി ഫോർ ഫീമെയിൽസ്. നല്ല രസമുണ്ട്. അപ്പൊ നല്ല നല്ല ആൾക്കാർക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്, എന്തും പറയാം, സ്ത്രീകൾ മാത്രല്ലേ ഉള്ളൂ, നമുക്കിത് ചെയ്യാം. ഓപ്പണപ്പ്. ഞാൻ അവരോട് എണീറ്റ് നിന്ന് ഡാൻസ് കളിച്ചെന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ വെൻ ഇറ്റ് ഇസ് മിക്സ്ഡ് ഗ്രൂപ്പ് ആകുമ്പോൾ അവർക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തൊട്ടിട്ടുള്ള ഓഫ്ലൈൻ സെഷൻസ് ഒക്കെ അങ്ങനെ നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ഇൻഷാല്ല. ഫർസാന മാം പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഞാൻ മിക്കവാറും അവിടെ ഉണ്ടാവും കേട്ടോ, എറണാകുളത്ത് ഉണ്ടാവും. 27th ഇൻഷാല്ലാ. ട്രിപ്പ് കഴിഞ്ഞില്ല ഫ്രണ്ട്സിന്റെ കൂടെ? ഇല്ല, 27-നാണ്. വെരി ഗുഡ്. വി ആർ ഇവിടുന്ന് 26 നാട്ടിലേക്ക് കല്യാണം. ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ. അങ്ങനെ തീരെ പോവാതിരിക്കാൻ പറ്റൂല, പോണം. അതാണ് റിലേഷൻഷിപ്പ്, പോയേ പറ്റുള്ളൂ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും പോയി ചായ കുടിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പ്ലീസ് കോണ്ടാക്ട് നമ്പറൊക്കെ അറിയോ എല്ലാവർക്കും? ഞാനൊന്ന് ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഒരു മിനിറ്റ്. ഇവിടെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇതേ കിടക്കുന്നു. ഓക്കെ, ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ, ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ കേട്ടോ, ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. നമ്പർ ഇല്ലേ അതിൽ? നമ്പർ വേറെ തരാം. ഓക്കെ, അപ്പം നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. എല്ലാവരും ചാറ്റ് ബോക്സിൽ നിന്ന് അതെടുക്കുക. എന്തെങ്കിലും പേഴ്സണലായിട്ട് സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് വി ഷാൽ വൈൻഡ് അപ്പ് ടുഡേ. ഇൻഷാല്ലാ. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.